തന്നെയാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയും അച്ഛനുമാണ് ആ കുട്ടിയെ സംരക്ഷിക്കുന്നത്. 18 വയസ്സ് കഴിയുന്നത് വരെ പൊന്നുപോലെ വളർത്തുകയാണ് മാതാപിതാക്കൾ. നമുക്കെല്ലാം അറിയാം കുഞ്ഞുങ്ങളുള്ള ഓരോ ആളുകളുടെ ആദ്യം എത്രത്തോളമാണ് എന്ന്. പക്ഷേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടാൽ ആ കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. നമുക്ക് ആരുണ്ടായി എന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയും ഉള്ളതുപോലെ ആവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്വന്തം അച്ഛനമ്മയെക്കാളും കുഞ്ഞുങ്ങളെ നോക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് വളരെ കുറവാണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു കുട്ടിയുടെ അച്ഛൻ മരണപ്പെടുന്നു. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം ഒരു കുട്ടിയെ വിൽക്കുന്നു അടുത്ത ബന്ധു. വളരെ ദുഃഖകരമായ സംഭവമാണ്. എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും പാർത്ഥൻ പറഞ്ഞത് ശരിയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മാവൻ ഈ പെൺകുട്ടിയെ ജോലിക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണ് വിൽക്കുന്നത്. ഇതൊരു ഈ പെൺകുട്ടിയെ കാണുന്ന ഒരു യുവാവ് പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. റോക്സി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടി എങ്ങനെ ഇവിടെ എത്തി, അമ്മാവൻ ഏത് തരത്തിലാണ് ഈ പെൺകുട്ടിയെ ലൈംഗിക തൊഴിലാളികൾക്ക് വിറ്റത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആ യുവാവ് പങ്കുവച്ചിരിക്കുന്നത്. എനിക്ക് വായിൽ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് സംസാരം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ക്ഷമിക്കുക പ്രേക്ഷകർ. അപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്? അച്ഛൻ മരിച്ചു കഴിയുമ്പോൾ അമ്മാവൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ സഹോദരനാണ്. സ്വന്തം മകളെപ്പോലെ നോക്കി പൊന്നുപോലെ നോക്കേണ്ട മകളുടെ അതേ എന്താ പറയുക പിന്നെ മകളെപ്പോലെ കാണേണ്ട പെൺകുട്ടിയാണ് അമ്മാവൻ വിറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ലൈംഗിക തൊഴിലാളികളായി പോകുന്ന പലരും ആ ജോലി അതാണ് എന്നറിയാതെ എത്തുന്നവരായിരിക്കും. പ്രണയത്തിൻ്റെ ചതിയിലൂടെ അല്ലെങ്കിൽ ജോലിക്കായി വന്നിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന പലരും, ജീവിത സാഹചര്യങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള പലരും, അങ്ങനെ മിക്കവാറും നമ്മൾ അതിലൊരു 100 പേരെ എടുത്താൽ ഒരു 50 പേർ അല്ലെങ്കിൽ ഒരു 70 പേർ ഈ ജോലി ഇഷ്ടമായിട്ട് ചെയ്യുന്നവരായിരിക്കില്ല. ജീവിത സാഹചര്യങ്ങളായിരിക്കും അവരെ ചിലപ്പോൾ ലൈംഗിക തൊഴിലാളികളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. പലരും അങ്ങനെ തന്നെയാണ്. ഇത് ഇവിടെ അനീഷ് ഭഗത് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ഈ പെൺകുട്ടിയുടെ കഥ പങ്കുവച്ചിരിക്കുന്നത്. ഭഗതിൻ്റെ ഫോളോവർ കൂടിയാണ് റോക്സി. ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ചുവന്ന തെരുവിലേക്ക് റോക്സിയെ കാണാൻ ഭഗത് പോകുന്നിടത്താണ് വീഡിയോ തുടങ്ങുന്നത്. പിന്നീട് റോക്സിയെ കാണുന്നതും അവർ യുവാവിനെ തൻ്റെ മുറി കാണിച്ചു കൊടുക്കുന്നതുമൊക്കെ കാണാം. ഒപ്പം തൻ്റെ കഥയും അവർ അവനോട് പറയുന്നുണ്ട്. റോക്സി 15 വർഷമായി ലൈംഗിക തൊഴിലാളിയായി അവിടെയുണ്ട്. തൻ്റെ അച്ഛൻ്റെ മരണശേഷം അമ്മാവനാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നാണ് റോക്സി പറയുന്നത്. ജോലിക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നത്, പക്ഷേ അയാൾ തന്നെ വിറ്റു. 15 വർഷമായി താൻ ഇവിടെയാണ്. തൻ്റെ യുവത്വമെല്ലാം നഷ്ടപ്പെട്ടു. ആ വേദനയും ഇപ്പോൾ പോയി എന്നും റോക്സി പറയുന്നു. അതിനിടയിൽ ഭഗത്തിന് അവർ ചായ നൽകുന്നുണ്ട്. തൻ്റെ ചായ ആ പ്രദേശത്ത് പ്രശസ്തമാണ് എന്ന് റോക്സി പറയുന്നുമുണ്ട്. താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നും തനിക്ക് വായിക്കാൻ ഇഷ്ടമാണെന്നും റോക്സി പറയുന്നുണ്ട്. ഒപ്പം ഇവിടെ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ വേദന തനിക്കറിയാമെന്നും പറയുന്നു. സ്ത്രീകളെ പീഡിപ്പിക്കരുത്, തങ്ങളുടെ അടുത്തേക്ക് വരൂ എന്നാണ് റോക്സി പറയുന്നത്. തൻ്റെ മകളെ താൻ നല്ല സ്കൂളിലാണ് പഠിപ്പിക്കുന്നതെന്നാണ് റോക്സി പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ എന്ന് റോക്സിയുടെ ഭഗത് ചോദിക്കുന്നുണ്ട്. സ്വപ്നങ്ങളെല്ലാം ഇല്ലാതായി എന്നാണ് റോക്സിയുടെ മറുപടി. എങ്കിലും താൻ ഇതുവരെ സുഷി കഴിച്ചിട്ടില്ല. എനിക്കൊന്നും ഒരു ചൈനീസ് വിഭവമാണെന്ന് തോന്നുന്നു. സുഷി ഒരുപാട് ഇൻ്റർനെറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിലും അത് താൻ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നാലെ ഭഗത് അവരെ സുഷി കഴിക്കാൻ കൊണ്ടുപോവുകയും ഇരുവരെ സുഷി കഴിക്കുന്നതും വീഡിയോയിൽ കാണാം. ഒരാളെ ബഹുമാനിക്കാൻ അയാളെ മനസ്സിലാക്കണമെന്നില്ല എന്നാണ് വീഡിയോയിൽ അവസാനം എഴുതിയിരിക്കുന്നത്. ഭഗത് പങ്കുവച്ച അതിമനോഹരമായ വീഡിയോ അനേകങ്ങളാണ് കണ്ടത്. ഒരുപാട് പേർ വീഡിയോയ്ക്ക് കമൻറ്റുകൾ നൽകി. റോക്സിയോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം ആ കമൻറ്റുകളിൽ നമുക്ക് കാണാം എന്നുള്ളതാണ്. റോക്സി എന്ന് പറയുന്ന പെൺകുട്ടി എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിലായിരിക്കും, ഒരു 16-17 വയസ്സിൽ എത്തിപ്പെട്ട ഒരു പെൺകുട്ടിയായിരിക്കും. അവളുടെ യുവത്വം എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ തന്നെപ്പോലെ തൻ്റെ മകളാകരുത്, വായിക്കാൻ ഇഷ്ടമുള്ള, ഒരുപാട് കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുള്ള, സംസാരിക്കാൻ ഇഷ്ടമുള്ള, എനിക്ക് തോന്നുന്നു ഇവിടെ എത്തിയില്ല എങ്കിൽ ഒരു പക്ഷേ സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ട ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് ഭർത്താവും മക്കളുമൊക്കെ നല്ല രീതിയിൽ ജീവിക്കേണ്ട ഒരു പെൺകുട്ടിയെ എനിക്ക് തോന്നുന്നു ഒരു 10,000 രൂപയ്ക്കോ 20,000 രൂപയ്ക്കോ അല്ലെങ്കിൽ നമ്മളൊന്നും ചിന്തിക്കാതെ നിസ്സാരം ചിലപ്പോൾ 1000 രൂപയ്ക്കോ ആയിരിക്കാം ഈ അമ്മാവൻ വിറ്റത് ചുവന്ന തെരുവിൽ. അവിടെ കൊണ്ടുപോയി വിറ്റതിന് ശേഷം
അവളുടെ ജീവിതം പിന്നെ പല കാമപിശാചുക്കൾ കടിച്ചു കീറി ശരീരം തന്നെ ഇല്ലാതാക്കി കാണും. അതോടുകൂടി അവളുടെ മാനസികമായ അവസ്ഥയും നഷ്ടപ്പെട്ടു. ഒരു പെൺകുട്ടിയെ ഒന്നിലധികം ഈ ബലാത്സംഗം ചെയ്ത് കഴിയുന്ന പെൺകുട്ടികളുടെ അനുഭവങ്ങൾ അവർ പിന്നീട് പങ്കുവയ്ക്കുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ആ ഡ്രാമയിൽ നിന്ന് അവർക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. സത്യമാണ്. ഒരു ചെറിയ അനുഭവം ഉണ്ടാകുന്നവർക്ക് പോലും ആ ഡ്രാമയിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇത്തരം ചുവന്ന തെരുവുകളിൽ കാമുകന്മാർ കൊണ്ട് എത്തിക്കുന്ന പലരുമുണ്ട്. എനിക്ക് തോന്നുന്നു മോഹൻലാലിൻ്റെ ഒരു സിനിമ, മലയാളത്തിൽ ഒരു ഗീതയുടെ ഒരു സിനിമയുണ്ട്, അഭിമന്യു. ആ സിനിമയിൽ ഗീത പറയുന്നുണ്ട്, സ്നേഹിച്ചവൻ കൊണ്ടുവന്നാക്കിയ ഇടമാണിത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേർ, നമ്മൾ നീരജ് ജാസ്മിൻ്റെയും ദിലീപിൻ്റെയും ഒരു സിനിമയുണ്ട് കൽക്കട്ട ന്യൂസ്, അതിലും ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ അവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഭർത്താക്കന്മാർ തന്നെ ഭാര്യമാരെ കൂട്ടിക്കൊടുക്കുന്നു, ചുവന്ന തെരുവുകളിലേക്ക് എത്തിക്കുന്നു, പ്രേമത്തിൻ്റെ പേരിൽ പ്രണയം നടിച്ചുകൊണ്ട് സ്ത്രീയെ വശീകരിച്ചിട്ട് ചുവന്ന തെരുവുകളിൽ കൊണ്ടുപോയി വിൽക്കുന്നു, അച്ഛന്മാർ മക്കളെ വിൽക്കുന്നു, അമ്മമാർ, അവിടെ ചുവന്ന തെരുവിലുള്ള അമ്മമാർ തന്നെ പെൺമക്കളെ പ്രസവിച്ചതിന് ശേഷം ഒരു പ്രായം കഴിയുമ്പോൾ അവിടെ തന്നെ കൂട്ടിക്കൊടുക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും അവരെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും അറച്ചു നിൽക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ സമാധാനത്തിൽ ഈ കുറേയൊക്കെ കാമപ്രാന്തന്മാരുടെ കഴപ്പ് തീരുന്നത് ഇങ്ങനെയാണ്. ഇവരൊക്കെ എന്തിനും തയ്യാറായി നിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ മകളെയൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, ആ അമ്മയുടെ ഒരു മനസ്സ് അല്ലേ, ചിലപ്പോൾ സ്വന്തം കുഞ്ഞ് ആരുടെയെന്ന് ആണെന്ന് പോലും ചിലപ്പോൾ അറിയാത്ത അമ്മമാരുണ്ടാകാം. ഒരു സമയം തന്നെ 3-4 പേരെ ആയി അവർക്ക് സെക്സ് ചെയ്യേണ്ടി വരുമ്പോൾ അതിൽ ആരിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഉണ്ടായത് എന്ന് പോലും അറിയാൻ കഴിയാതെ അച്ഛന്മാരില്ലാതെ ഉണ്ടാകുന്ന എത്രയോ മക്കൾ ഈ ചുവന്ന തെരുവിലുണ്ടാകാം. കാമാത്തിപുരം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഇങ്ങനെ ഒരു പേരിലാണ്. പക്ഷെ കാമാത്തിപുരത്തിലെ ഈ പേര് ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷ തോന്നി. എന്താണ് ഈ സ്ഥലത്തെ, ഇപ്പോൾ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും കാമാത്തിപുരം എന്ന ആ ഒരു സ്ഥലം പലരും പോകുമ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് അറിയാൻ, അപ്പോൾ അവിടെ പോകാൻ നമുക്കിപ്പോഴും ഒരു ഭയമാണ്. കാരണം നമ്മൾ പെട്ടുപോകുമോ എന്നുള്ളൊരു ഭയം നമ്മളെ അലട്ടുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി നമ്മളിതൊക്കെ എന്താണ് അവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ കൊച്ചു പെമ്പിള്ളേരാണ്, ഒരു 18, 19, 20 അത്ര പ്രായമുള്ള പെമ്പിള്ളേരാണോ എന്ന് പോലും അറിയില്ല. വഴിയരികിൽ നിന്നുകൊണ്ട് ആണുങ്ങളെ കൈകാട്ടി വിളിക്കുന്നതും അവരുടെ ജോലിയാണത്. അതായത് ഭാര്യയും പെൺമക്കളെയും ജോലിക്ക് വിട്ടിട്ട്, ലൈംഗിക തൊഴിലാളികളായി വിട്ടിട്ട് ഭർത്താക്കന്മാർ വീട്ടിലിരിക്കുന്നു. അവർക്ക് ജോലിയില്ല. ഇവർ ഈ കൊണ്ടുവരുന്ന പണം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. മദ്യപിക്കുന്നതും ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും ഈ അമ്മയും മക്കളും കൊണ്ടുവരുന്ന പണം കൊണ്ടാണ്. പെൺകുട്ടികളാണ് എങ്കിൽ തന്നെ അവളെ അടുത്ത് എനിക്ക് ശേഷം എൻ്റെ ജോലി ഏറ്റെടുക്കേണ്ടത് നീയാണ് എന്ന രീതിയിലാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. വിദ്യാഭ്യാസം കൊടുക്കാൻ ഇപ്പോൾ പല സാമൂഹ്യ പ്രവർത്തകരൊക്കെ അവിടെ എത്തി പല പെൺകുട്ടികളെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോയി പല രീതിയിലുമുള്ള സംരക്ഷണങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതിനൊക്കെ മാറ്റം വരണമെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് കുഴപ്പമില്ല, അവർക്കതാണ് താല്പര്യമെങ്കിൽ അതൊരു തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പെട്ടുപോകുന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായും നിങ്ങൾ ആരെയും പീഡിപ്പിക്കരുത്, ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ അവരുടെ വാക്കുകളിൽ തന്നെയുണ്ട് എത്രത്തോളം അവർക്ക് സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധത എന്നുള്ളത്. ദിലീപിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്ന ഒരു സിനിമയിലും ഇതേ ഒരു പ്രമേയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏറെ സങ്കടകരമായ അവസ്ഥയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതായി പോകുന്നു.